നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിലാവിലേക്ക് സ്വാഗതം. നിലാവ് നിലാവ് നിലാവ്. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റ് ആണുള്ളത്. വെരി ടാലന്റഡ് സിംഗർ, ഗ്രേറ്റ് മ്യൂസീഷ്യൻ, ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ, ആൻഡ് above all a vibrant personality. And it's my pleasure to welcome Mr. Ishan Dev onto the stage. ഇഷാൻ ചേട്ടാ, നമസ്കാരം. എന്ന് മുതലാണ് ഇഷാൻ ദേവ് ആയത്? ഇഷാൻ ദേവായിട്ട് ഇപ്പം 2 വർഷമായി. 2 വർഷമായല്ലേ? ഞാൻ ഷാൻ ചേട്ടാന്നേ വിളിക്കുള്ളൂ. ഒരു IL കൂടുതൽ ഐ ആം ഷാൻ, അത് ഇഷാൻ. ഓ, മറ്റേ ന്യൂമറോളജി അല്ലല്ല, അങ്ങനെ ഇതെൻ്റെ സ്വന്തം. ചുമ്മാ ഇത് ഷാനോളജി. ഇത് ആക്ച്വലി റീസെൻ്റ് ആയിട്ട് കുറച്ച് വർക്ക്സ് കന്നഡ, തമിഴ് ഒക്കെ ചെയ്യാൻ ഭാഗ്യം കിട്ടി. സോ അവിടെ എല്ലാം നമ്മുടെ ഹിന്ദിയിലെ ഷാൻ ഓൾറെഡി ഉണ്ട്. ഓ, ഹിന്ദി ഷാൻ. അപ്പോൾ അതല്ല, ആ ഷാനല്ല ഈ ഷാൻ. ഞാൻ ആ ഷാൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഈ ഷാൻ എന്നായതുകൊണ്ട് ഇഷാനാക്കി. അത് കൊള്ളാം, വെരി വൈബ്രൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിംഗിങ്ങിലേക്ക് തിരിച്ചു വരാം. ഇപ്പം ആരായിട്ട് ഇവിടെ ഇരിക്കണേ? സിംഗറാണോ, മ്യൂസിക് ഡയറക്ടറാണോ? മ്യൂസിഷ്യൻ ആയിട്ടാണ്. സിംഗർ കം മ്യൂസിക് കമ്പോസർ, മ്യൂസീഷ്യൻ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. സോ ഏതാണ് ഷാൻ ചേട്ടാ? ഇപ്പം നമുക്ക് പാടാനുള്ള സമയമായി. എനിക്ക് ഇത് ഒരു വളരെ നിലാവുള്ള രാത്രിയിൽ പാടാൻ പറ്റിയൊരു പാട്ട്. ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ കുറച്ച് പാട്ടുകൾ നോക്കിയിട്ടുണ്ട്. അതിലൊരു പാട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്യാം. സുന്ദരി കണ്ണാലൊരു സേതി சொல்லடி இந்நாள் நல்ல தேதி என்னை தந்தேன் உனக்காக ஜன்மமே கொண்டேன் அதற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி இந்நாள் நல்ல தேதி சுந்தரி. ഷോ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്തിത്ര പാടി നിർത്തിയ? സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കുമായിരുന്നു, അപ്പോഴത്തേക്കും നിന്നുപോയി. ശരി, അല്ല, ഇനിയിപ്പോൾ 1 മണിക്കൂർ ഉണ്ടല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ, ഷാൻ ചേട്ടാ പറയൂ, പുതിയ വിശേഷങ്ങൾ, കന്നഡ വിശേഷങ്ങൾ, തമിഴ് വിശേഷങ്ങൾ. കന്നഡയാണ് ഇപ്പോഴത്തെ ശരിക്കുള്ള വിശേഷം. കന്നഡയിൽ പ്ലേബാക്ക് സിംഗറാണ്. അപ്പം റീസെൻ്റ് ആയിട്ടൊരു മൂവി മ്യൂസിക് മ്യൂസിക് ചെയ്യുന്നു. അത് ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. അതിനു മുമ്പ് ആസ് എ സിംഗറാണ് അവിടെ കാലെടുത്ത് വെച്ചത് അല്ല? അതെ, ഞാൻ ആക്ച്വലി അതൊരു ഞാനൊരു നമ്മുടെ ജാസി ചേട്ടൻ്റെ അവിടെ പ്രോഗ്രാമിങ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ആക്ച്വലി ഒരു സിനിമയിലെ 4 പാട്ടുകൾ ഓർക്കസ്ട്രേഷനും അങ്ങനെയുള്ള പരിപാടി അറേഞ്ചിങ്ങിനായിട്ട് പോയതാണ്. അപ്പോൾ ഒരു പാട്ട് രാത്രി ഇങ്ങനെ പാടാൻ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് പാടി വെച്ചിരിക്കണം, ട്രാക്ക് നമുക്ക് നാളെ രാവിലെ നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയ അവസരം പാഴാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ട് പാടി. നല്ലോണം പാടി മീൻസ് അത് നല്ല പാട്ടായിരുന്നു. അപ്പോൾ ഡയറക്ടർ ഉണ്ടായിരുന്നു, പുള്ളിയുടെ അടുത്ത് നിന്ന് എഴുതി വരിയൊക്കെ വാങ്ങിച്ച് അതിൻ്റെ അർത്ഥം എഴുതി, ഇതെന്തൊക്കെ എങ്ങനെ ഡിക്ഷൻ എങ്ങനെയാണ്, അത് ശരിക്കും എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, ഇതെല്ലാം പഠിച്ചു. മോറോവർ എനിക്ക് ഇത് ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് കേട്ടാൽ എന്നെ ഫിക്സ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പാടി. മീൻസ് അത് ഒരു ചലഞ്ചായിട്ട് തന്നെ, അതെ, വാശിയല്ല, ഒരു ആഗ്രഹമായിരുന്നു സത്യം. അപ്പോൾ അത് ട്രാക്കായിട്ട് പാടിയതാണ്. ആക്ച്വലി രാവിലെ അത് ഡയറക്ടർ വന്ന് കേട്ടിട്ട് ജാസിയോട് തന്നെ പറഞ്ഞു, അവിടെ വെച്ച് പറഞ്ഞു ഇത് മതി. ശരിക്കത് റൂമിൽ തന്നെ റെക്കോർഡ് ചെയ്ത സോങ്ങാണ്. ഞാൻ തന്നെ പാടി, ഞാൻ തന്നെ റെക്കോർഡ്. ഫൈനൽ ഔട്ട് അതാ, സിനിമയിലും എല്ലായിടത്തും. ഇത് കൊള്ളാലോ. ഓക്കെ, ഫിലിം ഏതായിരുന്നു? നമ്മുടെ മൈനയുടെ റീമേക്ക്, കന്നഡ റീമേക്ക് അല്ലേ? ഷൈലു, ഭാമ, മലയാളിയായ ഭാമ അഭിനയിച്ച. അത് വളരെ ഹിറ്റായിരുന്നു അല്ലേ? അവിടെ പടവും ഹിറ്റാണ്. അത്
ഓൾറെഡി ഈ പറഞ്ഞ പോലെ പാട്ടുകൾ വളരെ ഹിറ്റാണ്. പടം ആവറേജിന് മേലിലാണ് എന്നുള്ളത്. അതിനാണോ ഷാൻ ചേട്ടൻ അവാർഡ് കിട്ടിയത്? അവാർഡ് ബെസ്റ്റ് സിംഗർ അവാർഡ് കന്നഡയിൽ കിട്ടി. ഐ വാസ് അപ്ഡേറ്റഡ്. മറ്റേ മിർച്ചി മ്യൂസിക് അവാർഡ്. മിർച്ചി മ്യൂസിക്. വെരി ഗുഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. തമിഴിൽ പാടിയായിരുന്നു? തമിഴിൽ മ്യൂസിക്കാണ് ചെയ്തത്. മ്യൂസിക് ഒരു കൈ എന്ന് പറഞ്ഞൊരു മൂവി, അത് നമ്മുടെ എറണാകുളത്തുള്ളൊരു വിനോദ് രാഘവ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറായിരുന്നു. അപ്പോൾ ഓൾറെഡി ഒരു 5-6 വർഷത്തെ പരിചയമുണ്ട്. അപ്പം പുള്ളി ആദ്യമായിട്ടൊരു സംരംഭം ചെയ്തപ്പോൾ എന്നെ ഇൻക്ലൂഡ് ചെയ്തു. അതിൽ വലിയ സന്തോഷം. 5 സോങ്സ് ഉണ്ടായിരുന്നു. മലയാളത്തിൽ ഷാൻ ചേട്ടൻ അറിയപ്പെടുന്നത് ശരിക്കും ഒന്ന് ചിന്താമണി കൊലക്കേസിന്റെ മ്യൂസിക് ഡയറക്ടറായിട്ട്, ഒന്ന് പിന്നെ കോറസ് സിംഗറായിട്ടും, ഒന്ന് പിന്നെ കോറസ് സിംഗറായിട്ട്, ലജ്ജാവതിയുടെ സിംഗർ ഹമ്മർ. അതുപോലെ അത് ഭയങ്കര ആ ഒരു എന്താ പറയുക, ലജ്ജാവതിയുടെ സ്റ്റാർട്ടിങ് തന്നെ ഷാൻ ചേട്ടന്റെ വോയിസ് ആണല്ലോ. അത് അതൊരു വളരെ വലിയൊരു കഥയുണ്ട് അതിന് പിന്നിൽ. ലജ്ജാവതി ഉണ്ടായ സമയത്ത് ശരിക്കും ആദ്യമായിട്ട് ഡയറക്ടർ കേൾക്കുന്ന എൻ്റെ വോയിസിലാണ്, ജയരാജ് സാർ കേൾക്കുന്നത്. അപ്പം ആ കേൾക്കുമ്പോൾ മീൻസ് ജാസി കേൾപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് എൻ്റെ വോയിസിലാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇനിയിപ്പോൾ നീ കറങ്ങി എങ്ങനെ എനിക്ക് കിട്ടിയാലോ, അതിമോഹമാണല്ലോ, ദുരാഗ്രഹം. അപ്പം ഞാൻ അതെല്ലാം ചേർത്തിട്ടാണ് ഹമ്മിങ്ങും എല്ലാം ആ സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെ. അപ്പം ഞങ്ങൾ ചെയ്തപ്പോൾ തന്നെ ആലോചിക്കുകയുണ്ടായിരുന്നു, ഇപ്പം നമുക്കാരും ഒരു സപ്പോർട്ടായിട്ടില്ല സിനിമയിലും, ഇപ്പം എനിക്കോ ജാസിക്കോ ആർക്കും ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ അവസാനത്തെ പടമാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങ് നന്നായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞൊരു തുടക്കമാണ്. എല്ലാത്തിനും ഒരു വഴി ഒരുക്കിയ സോങ് ലജ്ജാവതിയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്രൂപ്പിലെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ടേണിംഗ് പോയിന്റ്. അത് കോളേജ് ടൈമിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു ശരിക്കും ഞാൻ എൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്യണം അവിടെ നിന്നാണ്. മ്യൂസിക് വേണോ, ഞാൻ ശരിക്കും സുവോളജി ആയിരുന്നു എൻ്റെ വിഷയം. പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ച് വീടൊക്കെ നോക്കി, അങ്ങനെയായിരുന്നു എൻ്റെ ആഗ്രഹം, അതായിരുന്നു അൾട്ടിമേറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഡിസൈഡ് ചെയ്തായിരുന്നു മ്യൂസിക് മതി, പിന്നെ കുറച്ചും കൂടെ പഠിക്കാം, നന്നായിട്ട് ഇതിനെ സമീപിക്കാം. അപ്പോൾ കുറച്ച് പാട്ട് ഓൾറെഡി പഠിക്കുന്നുണ്ടായിരുന്നു. അച്ഛനടുത്താണ്, അച്ഛൻ മ്യൂസിഷ്യനാണ്. അച്ഛനടുത്ത് സംഗീതം പഠിച്ചു. ഞാൻ കുഞ്ഞുനാൾ 3 വയസ്സ് തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. അതൊന്നും കാര്യമില്ല, എത്ര വയസ്സ് തൊട്ട് പഠിക്കുന്നതല്ല, എന്നത് അറിഞ്ഞു പഠിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇപ്പം പഠിക്കുന്നുണ്ട്. ഇപ്പം പ്രാക്ടീസ് ആണ്. അമ്പല വിജയ് സാറിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്, ചന്ദ്രബാബു ചേട്ടൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് ബാലഭാസ്കറിൻ്റെ അടുത്ത്. ബാലഭാസ്കർ ചേട്ടൻ അറിയാമല്ലോ, പിന്നെ എൻ്റെ ഗുരുവാണ്. അപ്പം ഞാൻ അവിടെയും പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ. ഓ അത് ശരി. ഓക്കെ.